സ്മൃതി പരുത്തിക്കാട്. നമസ്കാരം. ഇന്നലെ നേര്യമംഗലത്ത് 70-കാരി ഇന്ദിര മരിച്ചത് കൂവ പറിക്കാൻ പോയപ്പോഴാണ്. ഇന്ന് കോഴിക്കോട് കക്കയത്ത് എബ്രഹാം മരിച്ചത് കൊക്കോ പറിക്കും. പെരിങ്ങൽകുത്തിൽ ഊരുമൂപ്പന്റെ ഭാര്യ വത്സല മരിച്ചത് ഇരുവരും ഒന്നിച്ച് കാട്ടിൽ മരോട്ടിക്കായ പറിക്കാൻ പോയപ്പോൾ. പത്തനംതിട്ട അടൂരിൽ കാട്ടുപന്നിയെ കണ്ട് ഭയന്നോടിയ വീട്ടമ്മ കിണറ്റിൽ വീണു എന്ന വാർത്തയും ഇന്ന് വൈകി എത്തിയിട്ടുണ്ട്. ഇന്നലെ ഇന്ദിരയുടെ മൃതദേഹവുമായുള്ള പ്രതിഷേധത്തിൽ കേസെടുത്ത പോലീസ് കോൺഗ്രസ് നേതാക്കളെ സമരപ്പന്തലിൽ നിന്നും ചായക്കടയിൽ നിന്നുമായി ബലം പ്രയോഗിച്ചു കൊണ്ടുപോകുന്നതും കണ്ടു. സാധാരണക്കാരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാത്ത സർക്കാരിനെതിരെ സമരം ശക്തമാക്കുമെന്ന് പ്രതിപക്ഷം പറയുന്നു. പ്രതിരോധമെവിടെ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ സമരവേദിയിൽ നിന്നും നേര്യമംഗലത്തെ സമരവേദിയിൽ നിന്നും കോൺഗ്രസ് നേതാവ് റോയ് കെ പൗലോസ് ഉണ്ട്, ഇടത് സഹയാത്രികൻ എം ജയചന്ദ്രനുണ്ട്, BJP പ്രതിനിധി PR ശിവശങ്കരനുണ്ട്. നേര്യമംഗലത്തെ മരിച്ച ഇന്ദിരയുടെ അയൽവാസി രാജിയും കൂടി ചർച്ചയിൽ ചേരുന്നു. ആദ്യം ശ്രീ റോയ് കെ പൗലോസ്, ഇന്നിപ്പോൾ 2 മരണങ്ങൾ കൂടി സംഭവിച്ചിരിക്കുകയാണ്. ഇന്ദിരയുടെ മരണത്തിന് തൊട്ടു പിന്നാലെ ഈ സംഭവങ്ങൾ മുഴുവൻ സർക്കാരിന്റെ വീഴ്ചയാണ് എന്ന് പ്രതിപക്ഷം കരുതുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങളിത് ചിലൊരു ആരോപണം ഉന്നയിക്കുന്നത് വസ്തുതയായതുകൊണ്ട് മാത്രമാണത് പറയുന്നത്. രാഷ്ട്രീയമായിട്ടുള്ള ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ അല്ല. ഗവൺമെന്റിന്റെ വീഴ്ച കഴിഞ്ഞ 2 മാസങ്ങൾക്കിടയിൽ, ഇപ്പം ഞാൻ ഈ നേര്യമംഗലത്തെ മരണവുമായി ബന്ധപ്പെട്ട് കോതമംഗലം സമരവേദിയിലാണ്. കഴിഞ്ഞ 60 ദിവസത്തിനിടയിൽ ഞങ്ങളുടെ ഈ മേഖലയിൽ മാത്രം കൊല്ലപ്പെട്ടത് 5 ആളുകളാണ്. 5 ആളുകൾ 2024 ജനുവരി 1 ശേഷം മരിച്ച ആളുകളുടെ എണ്ണമായി പറയുന്നത്. ഞാൻ പഴയതിലേക്കൊന്നും പോകുന്നില്ല. ഈ 5 ആളുകൾ മരിക്കാനിടയായ സാഹചര്യം, ഒരു ഗവൺമെന്റിന് ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു ഭരണം ഉണ്ടായിക്കഴിഞ്ഞാൽ സർക്കാർ സ്വീകരിക്കുന്ന സമീപനങ്ങൾ, നിലപാടുകൾ, അതിവിടെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. ഇത്ര നിരുത്തരവാദപരമായി ഓരോ മരണമുണ്ടാകുമ്പോഴും ഒരു ഗവൺമെന്റിന് എങ്ങനെ നടപടി സ്വീകരിക്കാൻ കഴിയുക? 10 ലക്ഷം രൂപ കൊടുത്താൽ തീരുമോ ഒരു കുടുംബത്തിന്റെ ഇത്തരമുള്ളൊരു നഷ്ടം? 50,000 രൂപയെ കൊടുത്തിട്ടുള്ളൂ നേരത്തെ. ഇപ്പോഴാണ് ഈ കഴിഞ്ഞ 7 ദിവസം മുമ്പാണ് മൂന്നാറിലെ നേമക്കാട് എസ്റ്റേറ്റില് ഒരാന അവിടെ മണി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ, ഓട്ടോറിക്ഷ ഡ്രൈവറെ ചവിട്ടിക്കൊന്നത്. രാത്രി 9 മണിക്കാ. അവരുടെ കുട്ടികളുടെ സ്കൂളില്, നല്ല സ്കൂളില് വാർഷികത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കുട്ടികളും സമീപത്തുള്ള 2-3 ആളുകളും പോയി തിരിച്ചു വരുമ്പോഴാണ് വീടിന് 100 മീറ്റർ അകലെ വെച്ച ഈ ആന ചവിട്ടിക്കൊല്ലുന്നത്. തുമ്പിക്കൈക്കെടുത്ത് അടിച്ചു കൊല്ലുക ചെയ്തത്. നിഷ്ഠൂരമായ മരണമാണ് സംഭവിച്ചത്. ആ ആളുകളുടെ സാന്നിധ്യത്തിലാണ് മരിച്ചത്. അത് കഴിഞ്ഞ് ആ ബോഡി എത്രയും പെട്ടെന്ന് ഇൻക്വസ്റ്റ് നടത്തി, പോസ്റ്റ്മോർട്ടം നടത്തി സർക്കാരിന്റെ കൈയെഴുതാനുള്ള ശ്രമം അവിടെ ഉണ്ടായത്. അവിടെ ഉണ്ടായിരുന്ന ജനപ്രതിനിധികൾ, ശ്രീ ഡീൻ കുര്യാക്കോസ് MP ഉൾപ്പെടെ, MLA ഉൾപ്പെടെ, മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടു. അപ്പോൾ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഗവൺമെന്റ് തയ്യാറായില്ല. അവസാനം മനസ്സോടെ അവിടെ വെച്ച് തീരുമാനമുണ്ടായി. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറായി. ഇതാദ്യമായിട്ടാണ്. വയനാട്ടിൽ ഇതിന് മുമ്പൊരു കേസൊഴിച്ചാൽ കേരളത്തില് ഇടുക്കിയിൽ തന്നെ ചിന്നക്കനാലിലുണ്ടായിട്ടുണ്ട്, ശന്തമ്പാറയുണ്ടായിട്ടുണ്ട്, പൂപ്പാറയുണ്ടായിട്ടുണ്ട്. അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ഉണ്ടായെങ്കിലും ഗവൺമെന്റ് പിന്നീട് ഇത്തരമുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഫലപ്രദമായ ഒരു നടപടി ഉണ്ടായില്ല. ഞാൻ സൂചിപ്പിച്ചത്, തൊട്ടപ്പുറത്ത് തമിഴ്നാട് സംസ്ഥാനം ഉണ്ടല്ലോ, അവിടെ കണ്ടുപഠിക്കണം ആളുകൾ എങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു അതിർത്തിയല്ലേ ഉള്ളൂ. ആ അതിർത്തിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നതാണ് കാരണം. ഇവിടെ എന്തുകൊണ്ടാണ് വന്യജീവികളിങ്ങനെ മുൻകാലങ്ങളിൽ ഇല്ലാത്ത രീതിയിൽ കാട് വിട്ടിറങ്ങി നാട്ടിലേക്ക് ഇറങ്ങി വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന ആളുകളെ ചവിട്ടിക്കൊല്ലുന്നു, തുമ്പിക്കൈക്ക് അടിച്ചു കൊല്ലുന്നു? ഇത് പരിശോധിച്ചിട്ടുണ്ടോ ഗവൺമെന്റ്? പഠിച്ചിട്ടുണ്ടോ ഗവൺമെന്റ്? എന്താണ് ഇതിന്റെ കാരണമെന്ന് മനസ്സിലായിട്ടുണ്ടോ? കാരണം മനസ്സിലാക്കിയാൽ ഇതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? വനത്തിൽ ആവശ്യത്തിന് വെള്ളമില്ലെന്ന് പറയുന്നു, ഭക്ഷണമില്ലെന്ന് പറയുന്നു, മറ്റു പല പോരായ്മകളും ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ അതാണ് ശരിയെങ്കിൽ, അതുപോലെ തന്നെ ഈ വന്യജീവികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇതൊക്കെയാണ് കാരണമെങ്കിൽ ഇതിന് പരിഹാരം ഉണ്ടാകണ്ടേ? അപ്പുറത്ത് തമിഴ്നാട്ടില് അവിടെ ശുദ്ധജല തടാകങ്ങള് ഈ വന്യമൃഗങ്ങൾക്ക് വേണ്ടി തമിഴ്നാട് സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നു. അവിടെ ആഹാരം കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ വന്യജീവികളുടെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന്
ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് മുൻകൂറായി ലഭിക്കുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ട് ആ സ്ഥലങ്ങളിൽ RRT എന്ന് പറയുന്ന ടീമിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അഡ്വാൻസ് ആയിട്ട് ഇത്തരം വിവരങ്ങൾ മനസ്സിലാക്കാനുള്ള ഡ്രോൺ ഉപയോഗിച്ചുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ സംവിധാനങ്ങൾ അറിയുന്നതനുസരിച്ച് ബന്ധപ്പെട്ട പ്രദേശങ്ങളിലെ ജനങ്ങളെ മുൻകൂറായി വിവരങ്ങൾ അറിയിക്കാൻ അപകടമുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയാനുള്ള അറിയിപ്പ് കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ പിണറായി വിജയൻ ഭരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ആനയെല്ലാം കൂടെ റോഡിലേക്ക് ഇറങ്ങുന്നത്, ആളെ ചവിട്ടിക്കൊല്ലുന്നതല്ല ഞാൻ പറഞ്ഞത്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്ത് പ്രതികരണമാണുള്ളത്? എന്തിനാ ഇങ്ങനെ ഒരു മന്ത്രി? എനിക്കറിയാൻ പാടില്ല, നാണം കേടാ. കേരളത്തിൽ എന്തിനാ ഇങ്ങനെ ഒരു വനം വകുപ്പ് മന്ത്രി? മുഖ്യമന്ത്രി ഒരു വാക്ക് വേണ്ടിയിട്ടുണ്ടോ? ഈ ആളുകളെല്ലാം മരിക്കുന്നു. ഇന്നിപ്പോ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ദാരുണമായ 3 സംഭവങ്ങൾ ഉണ്ടായല്ലോ. ഇങ്ങേരുടെ വായിൽ നിന്നൊരു വാക്ക്, ഇത്രയും ദാരുണമായ മരണങ്ങൾ ഉണ്ടായിട്ട് വൈൽഡ് ലൈഫ് ബോർഡിന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാ ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഉത്തരവാദിത്വം ഉള്ള ഒരു ഗവൺമെന്റ് ഒരു വാക്ക് പോലും പറയുന്നില്ല. ഇവിടെ നേര്യമംഗലത്തിൽ നിന്നുണ്ടായതെന്താ? 9:30 മണിക്കാ, രാവിലെ 9:30 മണിക്കാ. അസമയമാണോ? രാവിലെ 9:30 മണിക്ക് അവരുടെ പുരയിടത്തിൽ വെച്ച ഭർത്താവ് രാമകൃഷ്ണൻ അവർ തന്നെ കൃഷി ചെയ്തിട്ടുള്ള മഞ്ഞള്, ആ കൃഷി അവിടെ പറിച്ചുകൊണ്ടിരിക്കുമ്പോ ആ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഭർത്താവിന്റെ അടുത്തേക്ക് കാപ്പിയുമായി 9:30 ചെന്ന ആ വീട്ടമ്മയെയാണ് ആന ചവിട്ടിക്കൊല്ലുന്നത്. ആർക്കെങ്കിലും പ്രതീക്ഷിക്കാൻ കഴിയുമോ? രാവിലെ 9:30 മണിക്ക് വീടിന്റെ മുറ്റത്ത് പറമ്പില് ആന വരുമെന്നും ചവിട്ടിക്കൊല്ലുമെന്നും ആർക്ക് വിശ്വസിക്കാൻ കഴിയും? പക്ഷേ ഇന്നലെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. 7 ദിവസം മുമ്പ് ആ നേര്യമംഗലം ഫോറസ്റ്റ് ഓഫീസിൽ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആ നാട്ടുകാർ പരാതി രൂപേണ പറഞ്ഞിരുന്നു. നിങ്ങളുടെ സഹായം വേണം, സേവനം വേണം. ഒരു വാക്കുകൂടി ആളുകൾ ഇങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ അവരോട് പറഞ്ഞ മറുപടി വേദനിപ്പിക്കുന്ന മറുപടിയാ. ഞങ്ങൾക്ക് ഇവിടെ വാഹനമില്ല. ഏതാ കാഞ്ഞിരവേലി എന്ന് പറയുന്ന സ്ഥലത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് വാഹനമുണ്ട്, നേര്യമംഗലത്ത് വാഹനമുണ്ട്. ഈ നിരവധിയായിട്ടുള്ള പുതുപുത്തൻ വാഹനങ്ങൾ ഈ റോഡ് വഴി നീളെ സഞ്ചരിക്കുന്നത് ഞങ്ങൾ കാണാറുണ്ട്. അവിടെ ഇത്തരമൊരു സഹായം വേണം. കഴിഞ്ഞ ഒരാഴ്ചയോളമായി ഒരു ആനയുടെ ശല്യം ഇവിടെ ഉണ്ട്, ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു, അതിന് നടപടി ഉണ്ടാകണം, സഹായിക്കണമെന്ന് പറഞ്ഞ അവിടുത്തെ ചെറുപ്പക്കാർ ഫോറസ്റ്റ് ഓഫീസിൽ ചെന്നപ്പോൾ പറഞ്ഞത് ഇവിടെ അതിനുള്ള വാഹനം പോലുമില്ല എന്ന മറുപടി. എത്ര നിരുത്തരവാദപരമായിട്ടാണ് ഒരു ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഇവർക്ക് പറയാൻ കഴിയുക? അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്, അതല്ലാതെ രാഷ്ട്രീയമല്ല ഈ വിഷയമെന്ന്. ശ്രീ റോയ് കെ പൗലോസ്, രാജി ഇപ്പോൾ ഇന്ദിരയുടെ അയൽവാസിയാണ്. രാജി പറഞ്ഞത് ശരിയാണോ? നേരത്തെയും ഇവിടെ ആനശല്യം ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഈ ആക്രമിച്ച ആന തന്നെ പലതവണ അവിടെ വന്നിട്ടുണ്ട് എന്ന് പലരും പറയുന്നതായി കണ്ടു. ഇപ്പോൾ ഈ കാര്യങ്ങളിൽ സർക്കാർ എടുത്തിരിക്കുന്ന നടപടികൾ, സർക്കാർ നൽകിയിരിക്കുന്ന ഉറപ്പുകൾ എങ്ങനെയാണ് രാജി കാണുന്നത്? ഇത് ഇപ്പോൾ പറഞ്ഞതെല്ലാം ശരിയാണ്. പല പ്രാവശ്യം ഞങ്ങൾക്ക് ആനശല്യം രൂക്ഷമായിട്ടുണ്ടായിരുന്ന സാഹചര്യങ്ങളിലെല്ലാം ഞങ്ങൾ വനവകുപ്പുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ വെള്ള പേപ്പറിൽ എഴുതി ഞങ്ങൾ അവിടെയുള്ള കുടുംബത്തിലുള്ളവരെ ഞങ്ങൾ പലരും ഇങ്ങനെ ആന ശല്യമാണ്, അപ്പോൾ അതിനെതിരായിട്ട് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞിട്ടൊന്നും ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് അതിനൊരു യാതൊരു മറുപടികളും വനസമിതിയുടെ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഞങ്ങൾ പോകുന്ന വഴികളെല്ലാം ഭയങ്കര ഒരു ദുർഘടമായ വഴികളാണ്. മാത്രമല്ല ഞങ്ങൾ പലപ്പോഴും ആനേനെ ഭയന്ന് തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ പല പ്രാവശ്യങ്ങളിലും ഞങ്ങളിവിടെ വനവകുപ്പുമായിട്ട് ഞങ്ങൾ ഈ ആനേനെ തുരത്താനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടും യാതൊരു പ്രതികരണം ഞങ്ങൾക്ക് ഇത്രയും നാളായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ കയറി പോകുന്ന ആ ഭാഗങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒരു നല്ലൊരു റോഡ് ഞങ്ങൾ പോണ ഏരിയകളിലില്ല. പിന്നെ നല്ല വഴിവിളക്കുകളും ഞങ്ങൾക്ക് ലഭ്യമായിട്ടില്ല. കുഞ്ഞുങ്ങൾ സ്കൂളിൽ കടന്നു പോകുന്നത് ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് ഒരു 1-1.5 കിലോമീറ്റർ ടൗണിൽ വന്നതിന് ശേഷമാണ് അവർ സ്കൂളുകളിൽ പോകുന്നത്. പല പ്രാവശ്യം ആനേനെ കണ്ടെല്ലാം ഭയന്ന് ഓടുന്ന ഒരു സാഹചര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും മുതിർന്നവരുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. ഒരു രോഗിയായിട്ട് ആരെങ്കിലും അവിടെ കടന്നു കഴിഞ്ഞാൽ പോലും ഞങ്ങൾക്കൊന്നും ഒരു വാഹനത്തിൽ കടന്നു പോകാൻ ഭയങ്കര വിഷമമാണ്. കാരണം ടൗണിൽ നിന്ന് ഒരു വാഹനം വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് കടന്നു വരാൻ അവർക്ക് ഭയമാണ്. ആന ഉണ്ടോ എന്നാണ് ആദ്യം നമ്മളൊരു വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരു പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടിയാണ് ഞങ്ങൾ
ഈ വനത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ താമസിക്കുന്നത്. ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു വഴി, അതിൻ്റെ അങ്ങോട്ട് കയറിപ്പോയി നോക്കാൻ ഒരു നല്ലൊരു വഴിവിളക്ക് പോലും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. രോഗികളായിട്ട് ആരെങ്കിലും ഒന്ന് അത്യാവശ്യമായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ ആവശ്യത്തിന് പോകണമെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു വിഷമകരമായ കാര്യങ്ങളാണ്. പിന്നെ കുഞ്ഞുകുട്ടികളെ സ്കൂളിൽ കൊണ്ടുവന്ന് വിടാനൊന്നും പല സമയങ്ങളിൽ ഞങ്ങൾക്ക് സമയം കിട്ടാറില്ല. അവർ തന്നെ പോകേണ്ട സാഹചര്യങ്ങളും വന്നിട്ടുണ്ട്. പലപ്പോഴും ആനയെ ഫൈൻ കൃഷിഭൂമിയിലേക്ക് വരുന്ന താമസിക്കുന്ന വീടിനടുത്തേക്ക് വരുന്ന സംഭവം ഇതാദ്യമാണോ? അല്ല, പല പ്രാവശ്യങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. ഇതിനെല്ലാം ഒരു പ്രതികാരം ഞങ്ങൾ ലഭിക്കുമെന്ന് ഓർത്ത് വനസമിതിയായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ യാതൊരു പ്രശ്നങ്ങളും ഇതിനകത്ത് അവർ ഞങ്ങൾക്കൊരു നടപടികളൊന്നും ചെയ്തു തന്നിട്ടില്ല. ഇത് ആദ്യത്തെ സംഭവമല്ല, വർഷങ്ങളായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. നിരന്തരമായിട്ട് ഒരാനശല്യം തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ നാളുകളായി. ശരി, ശ്രീ എം ജയചന്ദ്രൻ, ഇന്നിപ്പോൾ CPM നേതാക്കളില്ല, പകരം ഇടത് സഹയാത്രികനായ ശ്രീ എം ജയചന്ദ്രനാണ് പ്രതികരിക്കാനുള്ളത്. ശ്രീ ജയചന്ദ്രൻ, ഇപ്പോൾ സർക്കാർ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയമില്ല, ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് പറയുന്നു. കോൺഗ്രസ് പറയുന്ന കാര്യം അവിടെ മാറ്റിവെക്കാം. ഇവിടുത്തെ പ്രദേശവാസിയായ ഇന്നലെ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ അയൽവാസി പറയുന്നതും താങ്കൾ കേട്ടല്ലോ. സർക്കാർ ചെയ്യാവുന്ന കാര്യങ്ങൾ, ഫോറസ്റ്റിൽ ഉദ്യോഗസ്ഥരെ തന്നെ പലപ്പോഴായി ഇവിടെ ആനശല്യമുണ്ട് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഇന്ദിരയുടെ ഈ സംഭവത്തിന്റെ ഘട്ടത്തിൽ തന്നെ വന്ന പ്രതികരണം ഇതാണ്. അവിടെ ഈ ആന നേരത്തെയും വന്ന് ഭീഷണി മുഴക്കിയിരുന്നു. ആ സമയത്ത് പറഞ്ഞത് നിങ്ങൾ ഓടിച്ചു വിട്ടാൽ മതി, നാട്ടുകാർ ഓടിച്ചു വിട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. അത് പരാതിപ്പെട്ടിട്ടും ഇതാണ് സംഭവിക്കുന്നത്. പലപ്പോഴും വാഹനമില്ല എന്ന് പറയുന്നു, പെട്രോൾ അടിക്കാൻ ഡീസൽ അടിക്കാൻ പൈസ ഇല്ല എന്ന് പറയുന്നു. ഈ തരത്തിൽ ഗതികെട്ട അവസ്ഥയിലാണോ വനം വകുപ്പ്? അല്ല, തീർച്ചയായിട്ടും അല്ല സ്മൃതി. കാരണം ഞാനതല്ല എന്ന് ഞാൻ പറയാൻ കാരണം, ഞാൻ ഈ ചർച്ചയിലേക്ക് കയറുന്നതിന് കഷ്ടിച്ചൊരു 15 മിനിറ്റ് മുമ്പ് ഞാൻ മിനിസ്റ്റർ റോഷി അഗസ്റ്റിനുമായിട്ട് ഇപ്പോൾ സംസാരിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറിയത്. ഈ വിഷയം തന്നെയാണ് സംസാരിച്ചത്. പിന്നെ മിനിസ്റ്റർ പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയേണ്ടതുള്ളൂ. അതുകൊണ്ട് ഞാൻ അത് മാത്രമേ പങ്കുവെക്കുന്നുള്ളൂ കേട്ടോ. മുഖ്യമന്ത്രിയുടെ കൂടെ അറിവോടും ഇടപെടലോടും കൂടിയാണ് ഇന്നലെ തന്നെ മന്ത്രിമാരായ ശ്രീ പി രാജീവും ശ്രീ റോഷി അഗസ്റ്റിനും അവിടെ 10 ലക്ഷം രൂപ കൊടുത്തത്. പിന്നെ ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങൾ, ഈ മുഴുവൻ ഏരിയയിലും ഫെൻസിങ് നടത്താൻ കഴിയില്ല എന്നുള്ള പ്രായോഗികമായ പ്രശ്നം ഉണ്ടെങ്കിലും ഇതുപോലെ ഇപ്പോൾ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആ സഹോദരി പറഞ്ഞില്ലേ, രാജി, അവർ പറഞ്ഞതുപോലെ അത്തരം സ്ഥലങ്ങളിൽ അത്തരം സ്പോട്ടുകൾ പ്രത്യേകം ഐഡന്റിഫൈ ചെയ്ത് അവിടൊക്കെ ചെയ്യാനായിട്ടുള്ള തീരുമാനങ്ങൾ നിലവിലുള്ളതാണ്. പക്ഷേ അത് ഈ മൊത്തത്തിലുള്ള ഫെൻസിങ്ങിന്റെ ഭാഗമായിട്ട് വന്നപ്പോഴാണ് അതും തടസ്സപ്പെട്ടു പോകുന്നത്. അതുണ്ടാവില്ല. അടിയന്തരമായ പ്രാധാന്യത്തോടുകൂടി അത് ചെയ്യാനായിട്ടാണ് തീരുമാനിക്കുന്നത്. പക്ഷേ ശ്രീ എം ജയചന്ദ്രൻ, ബജറ്റിൽ ആകെ തന്നെ ഇതിലൊക്കെയായി നീക്കി വച്ചിരിക്കുന്നത്, ആകെയുള്ള നീക്കിയിരിപ്പ് ഇത്തവണത്തെ ബജറ്റിൽ 48 കോടിയാണ്. അതൊരു 5 കിലോമീറ്റർ ഇലക്ട്രിക്കൽ ഫെൻസിംഗ് നടത്താൻ പോലും മതിയാകില്ല എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. അതെ, ഞാനതുകൂടെ അത് പറയാൻ തുടങ്ങുകയായിരുന്നു. എന്താണെന്നറിയാമോ, 2-ാം തീയതിയാണ് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ 9ാമത്തെ മുഖാമുഖം ആലപ്പുഴയിൽ നടന്നത്. ഞാൻ ആ പരിപാടി പങ്കെടുത്ത ആളായതുകൊണ്ട് പറയുകയാണ്. അവിടെ ഈ ഇത്തരം കർഷകരെ പ്രതിനിധീകരിച്ച് ഒരു ചോദ്യം, 70 പേരാണ് ചോദ്യം ഉന്നയിച്ചത്. അവിടെ ഒരു ചോദ്യം വന്നിരുന്നത് വയനാട്ടിൽ നിന്നുള്ള കർഷകനാണ്. കൃഷിക്കാരെയൊക്കെ പ്രതിനിധീകരിച്ച് ഈ പ്രശ്നം തന്നെ, ഇതേ പ്രശ്നം തന്നെയാണ് പറഞ്ഞത്. മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്നുള്ള ആ ടോപ്പിക്കിൽ തന്നെയായിരുന്നു ആ ചോദ്യവും. ആ ചോദ്യത്തിന് മുഖ്യമന്ത്രി ഒരു 10-12 മിനിറ്റാണ് ആ ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞത്. അത് വളരെ ഗൗരവമായി സർക്കാർ പിന്നെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള കേസാണെന്നും ഇത് പ്രത്യേകമായി തന്നെ പരിഹരിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറയുന്നതിനൊപ്പം തന്നെ ഈ കർഷകൻ പറഞ്ഞൊരു കാര്യം അദ്ദേഹം ഒരു നിർദ്ദേശം വെച്ചതാണ് കേട്ടോ. താങ്കളത് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. ഈ ഒരു തരം പ്രത്യേകതരം ഒരു തേനീച്ച ഉണ്ടത്രേ. അത് ആ തേനീച്ചയുടെ പേര് ആ കർഷകൻ പറഞ്ഞു. മറ്റ് പല രാജ്യങ്ങളിലും ഈ ആനകൾ ഇങ്ങനെ അതിര് കടന്നു വരാതിരിക്കാൻ, വനാതിർത്തി കടന്നു വരാതിരിക്കാൻ മറ്റ് പല രാജ്യങ്ങളും ഈ മാർഗം, ഈ തേനീച്ചയെ ഫെൻസിങ്ങിന് ശേഷം അവിടെ സ്ഥാപിക്കാറുണ്ട്. ആ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹത്തിന് അറിവിലും ആ ഒരു സംഗതി ഉണ്ട്, അത് സ്ഥാപിക്കാനായിട്ടുള്ള നടപടികൾ അധികം സ്വീകരിക്കും എന്ന് മാത്രമല്ല, എല്ലായിടത്തും ഫെൻസിങ് എന്നുള്ളതല്ല, കൃത്യമായി അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ ഉറപ്പായും അടിയന്തരമായ ഫെൻസിങ് എന്നുള്ളതാണ് നിലപാട് സർക്കാരിൻ്റെ. അക്കാര്യങ്ങളിലേക്കാണ് സർക്കാർ ഇപ്പോൾ ഊന്നുന്നത് എന്ന് തന്നെയാണ് 2-ാം തീയതി പറഞ്ഞത്. ഈ സംഭവം ഇന്നലെയാണ്
ഞാനത് ഒരു താങ്കൾ ആ വിഷയത്തിലേക്ക് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ കൂടെ പങ്കാളിയായ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ അന്നത്തെ മുഖാമുഖത്തിന്റെ ഒരു ഓർമ്മ ഞാനിവിടെ പറഞ്ഞത്. പക്ഷേ ഇതിപ്പോൾ ഒന്നാമത്തെ സംഭവമല്ലല്ലോ. ഇതിനകം തന്നെ അടുത്തടുത്തായി ഒരു 8 മരണമെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. ഓരോ തവണയും വനം മന്ത്രി നടത്തുന്ന പ്രതികരണങ്ങൾ മയക്കുവെടി വെക്കാം, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്, അതിലപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന നിസ്സഹായാവസ്ഥ പ്രകടിപ്പിക്കുന്നു. ഒരു കാട്ടാനെ അക്രമകാരിയായ ഒരു ആനയ്ക്ക് പിന്നാലെ എത്ര ദിവസം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പോയിരുന്നു, എന്നിട്ട് ഒന്നും സംഭവിക്കാതെ ഒന്നും സാധിക്കാതെ മടങ്ങി വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. മയക്കുവെടി വെക്കാം എന്നതിലപ്പുറം എന്തുറപ്പാണ് വനമന്ത്രി ഇതുവരെ നൽകിയിട്ടുള്ളത്? ഈ മലയോര മേഖലയിൽ കഴിയുന്ന ആളുകൾ മുഴുവൻ ഭീതിയിലാണ്. ആ ഭീതി മാറ്റാൻ അല്ലെങ്കിൽ അവർക്കൊരു ആത്മവിശ്വാസം നൽകാനുള്ള എന്തെങ്കിലും ഒരു പ്രതികരണം മന്ത്രിയിൽ നിന്നുണ്ടായിട്ടുണ്ടോ? അല്ല, ഞാനത് പിന്നെ ആ വിഷയം അങ്ങനെ ഞാൻ മുമ്പേ പറയാൻ തുടങ്ങുകയായിരുന്നു. അതായത് റോയ് കെ പൗലോസ് പറഞ്ഞ ചില പ്രശ്നങ്ങൾ, അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളെ സ്പർശിച്ചാണ് അദ്ദേഹം ആ കാര്യങ്ങൾ പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം ആനയ്ക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല തുടങ്ങിയ വിഷയങ്ങൾ ഉണ്ട് സർ, അതാണ് കാര്യം. അടിസ്ഥാന പ്രശ്നം അത് തന്നെയാണ്. ആനയ്ക്ക് മാത്രമല്ല, പിന്നെ മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ വനമാണല്ലോ. പക്ഷേ അവരവിടുന്ന് പുറത്താക്കപ്പെടുകയും കയ്യേറ്റക്കാർ എന്ന് പറയുന്നത്, ഞാൻ പറയുന്ന ഒരു കാരണവശാലും ഈ പിന്നെ അവിടെ നമ്മുടെ കുടിയേറ്റക്കാരല്ല കേട്ടോ. കയ്യേറ്റം ഉദ്ദേശിക്കുന്നത് റിസോർട്ട് കയ്യേറ്റക്കാർ തന്നെയാണ്, പച്ചയ്ക്ക് പറഞ്ഞാൽ. ഞാനത് ഈ പുൽപ്പള്ളി കേസിൽ ഞാനത് തന്നെ ചർച്ച ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് ഞാൻ പറയുന്നത്. അത് അവർ തന്നെയാണ് അവരെ ഈ വന്യമൃഗങ്ങളുടെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് പുറത്താക്കി ആഹാരവും വെള്ളവും നിഷേധിച്ച് ഈ തരത്തിൽ ആനയെ മാത്രമല്ല മറ്റ് പല മൃഗങ്ങളെയും നാട്ടിലേക്ക് ഇറക്കി വിടുന്നതിന് പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ അതൊന്നും നിയന്ത്രിക്കാനോ പിന്നെ തടയിടാനോ ഒന്നും കഴിയുന്നില്ല എന്നുള്ളത് മാറി മാറി വരുന്ന ഏത് സർക്കാരുകളുടെയും പ്രശ്നവുമാണ്. പക്ഷേ ഇപ്പോൾ ശ്രീ റോയ് കെ പൗലോസ് പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ചില കണക്കുകൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ചർച്ച ചെയ്യുന്ന കണക്കുകൾ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞാൽ 15,000 ആനകളാണ് ഈ തമിഴ്നാട്, കർണാടകം, കേരളം ഈ വനങ്ങളിലായിട്ടുള്ളത്. അതിൽ 6,000-6,000 കേരളത്തിലും തമിഴ്നാട്ടിലുമാണ്, ബാക്കി 3,000 കർണാടകത്തിലുമാണ് എന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്നത്, ഈ ആനകളുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ. അപ്പോൾ അത് എങ്ങനെയാണ് ഈ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് റീലൊക്കേഷനും പിന്നെ റേഡിയോ കോളറുമാണല്ലോ. അതൊട്ടും പ്രായോഗികമല്ല എന്നുള്ള ചർച്ചകൾ പല ഘട്ടങ്ങളിലും പല മേഖലകളിലും നടക്കുന്നുണ്ട്, വിദഗ്ധന്മാരടക്കം. അതൊന്നും ചർച്ച ചെയ്ത് പരിഹരിക്കാനോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ആശയരൂപീകരണത്തിനൊന്നും ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നുമില്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞ ആ ഒരു പ്രധാനപ്പെട്ട പിൻ പോയിന്റ് ചെയ്ത ആ വിഷയം വളരെ പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. അത് ഗവൺമെന്റ് തന്നെ അക്കാര്യത്തിൽ ജാഗ്രതയോടെ ഇടപെട്ട് ഈ പറയുന്ന ആഹാരവും വെള്ളവും അവർക്ക് ലഭ്യമാക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനുള്ളതാണ്. അതിൽ 72 നമ്മുടെ വനനിയമം, കേന്ദ്ര വനനിയമമാണൊക്കെ തടസ്സം നിൽക്കുന്നത് എന്നൊക്കെ നമുക്ക് പറയാം. അത് വലിയൊരു പരിധിവരെ ശരിയുമാണ്. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടത് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്താണ് പരിഹാരം എന്നുള്ളതാണ്. എന്താണ് പരിഹാരം എന്നുള്ളത് പ്രധാനം തന്നെയാണ്. ഏത് തരത്തിലുള്ള ഉറപ്പ് നൽകുന്നു, എന്താണ് സർക്കാരിന്റെ ഒരു ജസ്റ്റർ എന്നുള്ളത് പ്രധാനമാണല്ലോ. അവിടെ സമരം ചെയ്യുന്ന പ്രതിപക്ഷ നേതാക്കളെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകുന്നതാണോ അതിന്റെ രീതി എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. നോക്കൂ, നമ്മുടെ ചർച്ചയിലിരിക്കുന്ന ആ രാജി ഇരിക്കുന്നതിന് 200 മീറ്റർ അകലെ ഇപ്പോഴും 16 കാട്ടാനകൾ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അത്രത്തോളം അപകടകരമായ സാഹചര്യത്തിലാണ് അവർ അവിടെ കഴിയുന്നത്. ചർച്ചയിലേക്ക് ശ്രീ പി ആർ ശിവശങ്കരൻ, ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾക്ക് മുഴുവൻ ഉത്തരവാദി സംസ്ഥാന സർക്കാരാണ് എന്ന അഭിപ്രായമാണോ BJPക്ക്? അങ്ങനെയെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തം എത്രത്തോളമാണ്? ഇത് കുറ്റപ്പെടുത്തലുകളുടെ സമയമല്ല. നമുക്കറിയാം, ഇപ്പോൾ ഒരു അതിദാരുണമായ കൊലപാതകങ്ങൾ, നിരന്തരമായ വന്യജീവി അക്രമങ്ങൾ നടക്കുന്നു. ഞാൻ കുറച്ച് കണക്കുകൾ മാത്രം പറയാം. സംസ്ഥാന സർക്കാർ അസംബ്ലിയിൽ വെച്ച കണക്കുകൾ, അതുകൊണ്ട് BJP ആയിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന കണക്കുകളല്ല. അത് കേട്ടിട്ട് ജനങ്ങൾ നിശ്ചയിക്കട്ടെ ആരാണ് ഉത്തരവാദികൾ, ആരാണ് കുറ്റക്കാരെന്ന്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷം മുമ്പ് 2023 വനം വകുപ്പ് തന്നെ നിയമസഭയിൽ വെച്ച കണക്കുകളുണ്ട്. കഴിഞ്ഞ 2016 മുതൽ 2023 വരെ എത്ര പേർക്കാണ് ഇത്തരത്തിൽ വന്യജീവികളുടെ ആക്രമണം മൂലം മനുഷ്യജീവൻ നഷ്ടപ്പെട്ടത് എന്നുള്ള കണക്കുകൾ വെച്ചിട്ടുണ്ട്. അതുപ്രകാരം 2016 142 പേര് മരിച്ചു. അതുപോലെ തന്നെ 2021 127, 2022 111, അങ്ങനെ കണക്കുകൾ വെക്കുന്നുണ്ട്. അതിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് എത്ര പേർക്കാണ് നഷ്ടപരിഹാരം കിട്ടിയത് എന്ന്. അതിൽ 2016 142 പേര് മരിക്കുമ്പോൾ 118 പേർക്ക് നഷ്ടപരിഹാരം കൊടുത്തു എന്നാണ് സംസ്ഥാന സർക്കാർ തന്നെ പറയുന്നത്. അങ്ങനെ 8 വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ 909 പേര് മരണപ്പെട്ട ഒരു നാടാണ് കേരളം.
ഏതാണ്ട് 1000-നടുത്ത് 909 എന്ന് 2003 വരെ 23 വരെ ഉള്ള കണക്കുകൾ. അത്തരം 909 പേര് മരിച്ചിട്ട് സംസ്ഥാന സർക്കാർ തന്നെ പറയുന്നത് 76 പേർക്ക് മാത്രമാണ് നഷ്ടപരിഹാരം നൽകിയത് എന്ന് സംസ്ഥാന സർക്കാർ നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നു. ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിന് ആത്മാർത്ഥതയില്ല ഇത്തരം മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ധനസഹായമെങ്കിലും നൽകുന്നത്. ധനസഹായം നൽകിയാൽ പൂർണ്ണമായി എന്നുള്ളതല്ല. ധനസഹായം നൽകുന്നതിൽ 7000 പേർക്ക് നഷ്ടപരിഹാരം ഇനിയും ലഭിക്കാനുണ്ട് എന്ന്. അതെ, ഇത് മരിച്ചവരുടെ കണക്കാണ്. അത്തരത്തിലുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഞാൻ രണ്ടാമത്തെ ഒരു കണക്കുകൾ കൂടി സൂചിപ്പിക്കാം, എന്തുകൊണ്ട് BJP ഇത്തരത്തിൽ കുറ്റം പറയുന്നുവെന്ന്. ഈ കഴിഞ്ഞ 2022-23 ബഡ്ജറ്റിൽ സംസ്ഥാന സർക്കാർ 281 കോടി രൂപയാണ് ഈ സംസ്ഥാനത്തെ ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് 131 കിലോമീറ്റർ ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരുന്നത്. അതിൽ 180 കോടി രൂപ മാത്രമേ കേന്ദ്ര സർക്കാരിന് കൊടുത്തിരുന്നുള്ളൂ. കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു, 60% കേന്ദ്ര സർക്കാർ, 40% സംസ്ഥാന സർക്കാർ. അതിൽ സംസ്ഥാന സർക്കാർ നൽകേണ്ട തുക 100 കോടിയോളം നൽകാത്തത് കൊണ്ട് ഏതാണ്ട് 131 കിലോമീറ്റർ ഉള്ള ഫെൻസിങ് ഈ ഒരു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായിരുന്നു. അതിൽ 40 കിലോമീറ്റർ മാത്രം നടത്തിയതിനു ശേഷം ഈ സംസ്ഥാന സർക്കാർ നിലച്ചിരിക്കുന്നു. ഇത് ആരുടെ കുറ്റമാണ്? അതായത് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ ഈ ബഡ്ജറ്റിൽ മുഴുവൻ വിഹിതവും നൽകി. കേന്ദ്ര സർക്കാർ അത് അങ്ങനെയല്ല അതിന്റെ രീതി. എത്രയാണോ സംസ്ഥാന സർക്കാർ ഇരുന്നത് അതനുസരിച്ച് പണം കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ വരും. കേന്ദ്ര സർക്കാർ ഇയർമാർക്ക് ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാന സർക്കാർ 100 കോടി ഇട്ട് കഴിഞ്ഞാൽ 150 കോടി രൂപ കേന്ദ്ര സർക്കാരും പദ്ധതി നടപ്പിലാക്കും. ഇങ്ങനെയാണ് ഓരോരോ കൊട്ടേഷൻ വിളിക്കുമ്പോൾ ആ പദ്ധതി നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് ഈ പദ്ധതിയുടെ ഏതാണ്ട് 20% 30% മാത്രം നടക്കുകയും മറ്റുള്ളവർ ഫണ്ട് ഇടാത്ത കാരണം നിലയ്ക്കുകയും ചില കോൺട്രാക്ടർമാർ പദ്ധതിക്ക് പണ്ടം കിട്ടാണ്ട് നിർത്തിപ്പോവുകയും ചെയ്തു. ഇതാണ് അതിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഞാൻ ദീർഘസമയം കിട്ടിയാൽ പറയാം. പക്ഷേ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 3 വർഷം കൊണ്ട് 146 ഹെക്ടർ വനഭൂമി നൽകിക്കഴിഞ്ഞു, മറ്റുള്ളവർക്ക് വിറ്റു, ഡൈവേർട്ട് ചെയ്തു. അപ്പൊ അതിന് സംസ്ഥാന സർക്കാരിന് പ്രശ്നമില്ല. അപ്പൊ ഒരു സംസ്ഥാന സർക്കാരിന് ഇത്തരത്തിലുള്ള വനാധിപത്യങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളോടുള്ള ഒരു കടപ്പാടിന്റെയോ അവരോടുള്ള എങ്ങനെയാണ് സമീപിക്കുന്നതെന്നുള്ളതിന്റെ തെളിവുകളാണ് ഈ കാണിക്കുന്നത്. ചെറിയ കണക്കുകൾ മാത്രം. അപ്പൊ ഇത്തരത്തിൽ സ്ഥലങ്ങൾ കൈമാറുന്നതിൽ ഡൈവേർട്ട് ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാരിന് പ്രശ്നമില്ല. പക്ഷെ അതിന് കിട്ടിയ പണം പോലും ഇവിടെ ജനങ്ങളെ സംരക്ഷിക്കുന്ന അതിർത്തിയിൽ ഫെൻസിംഗ് കെട്ടുന്ന കാര്യത്തിൽ ഈ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം. 3, നമുക്കറിയാം അനധികൃത ക്വാറികളും CPI-യുമായിട്ടുള്ള ബന്ധം. ഈ കേരളത്തിൽ നടക്കുന്ന അനധികൃത ക്വാറികളുടെ എണ്ണം വലിയ രീതിയിലുള്ളതാണ്. ഇത്തരത്തിലുള്ള ക്വാറികൾ മുഴുവൻ സംസ്ഥാനത്തെ വന അതിർത്തിക്കുള്ളിലാണ്. ഇത്തരത്തിലുള്ള വനാതിർത്തിക്കുള്ളിലെ ക്വാറികളിൽ രാത്രി വലിയ രീതിയിലുള്ള ഭീകരമായ ശബ്ദം, അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള കടന്നാക്രമണങ്ങൾ ഉണ്ടാകുന്നു. അങ്ങോട്ട് പോകുന്ന വന്യജീവികളെ ആക്രമിക്കുന്നു. അതും ഒരു കാരണമാണ് ഇത്തരത്തിലുള്ള വന്യജീവികൾ ഈ ഗ്രാമത്തിലേക്ക് അല്ലെങ്കിൽ അതിർത്തി പ്രദേശങ്ങളിലേക്ക് വരുന്നത് എന്നുണ്ട്. മറ്റുള്ളത് കുറച്ച് കാരണമെങ്കിലും ഇത്തരത്തിൽ വനാതിർത്തിയിലോ വനത്തിനുള്ളിലോ ഉള്ള റിസോർട്ടുകളിൽ രാത്രിയുള്ള വലിയ ശബ്ദങ്ങളും പാർട്ടികളും ഇത്തരത്തിലുള്ള കാരണമാകുന്നുണ്ട്. ഇതൊക്കെ വനവകുപ്പിലെ ഉദ്യോഗസ്ഥരും ആ നാട്ടിലെ ആൾക്കാർ പറയുന്നതാണ്. അപ്പൊ ഇത്തരത്തിൽ ഈ വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാകുമ്പോൾ മഹസർ എഴുതി തള്ളുവാൻ വേണ്ടി മാത്രം ഉള്ള ഒരു വനം വകുപ്പിനെ എന്തിനാണ് ഇത്തരത്തിലുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ എന്തിനാണ് അതിർത്തിയിൽ താമസിക്കുന്നത്? കാട്ടിലകത്ത് എന്തുകൊണ്ട് അവർക്ക് ഓഫീസില്ല? നേരത്തെ സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട്ടിലെല്ലാം ഗ്രാമങ്ങളിലേക്ക് മൃഗങ്ങൾ വരുന്നതിന് മുമ്പ്, വന്യമൃഗങ്ങൾ വരുന്നതിന് മുമ്പ് മുന്നറിയിപ്പ് നൽകാനും കൃത്യമായി ഈ റേഡിയോ കോളർ സംവിധാനങ്ങൾ ഫോളോ അപ്പ് ചെയ്യുവാനുമുള്ള സംവിധാനമുണ്ടല്ലോ. അവിടെ ഇത്തരം ഈ ആക്രമണങ്ങൾ നടക്കുന്നില്ലല്ലോ. ഇവിടെ റേഡിയോ കോളറുള്ള ആന തന്നെ കൃത്യമായി വയനാട്ടിലേക്ക് കയറി വന്ന് ജനങ്ങളെ ആക്രമിച്ചിട്ട് പോലും സംസ്ഥാനത്തെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞില്ലെങ്കിൽ ആ വനം വകുപ്പ് ഉദ്യോഗസ്ഥനെതിരെ കൊലക്കുറ്റത്തിനല്ലേ കേസെടുക്കേണ്ടത്? അപ്പൊ ഇത്തരത്തിലുള്ള വനം വകുപ്പ് മന്ത്രിയും അതിനെ പിന്താങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരും ഇതിന് കുറ്റക്കാരാണ്. അപ്പൊ സംസ്ഥാനത്തെ ഭരണം ഇത്തരത്തിൽ അധപ്പതിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരുടെ ശബ്ദം കേൾക്കട്ടെ. ഇന്ന് കക്കയത്ത് കാട്ടുപോത്ത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കർഷകൻ എബ്രഹാമിന്റെ അയൽവാസി ഇപ്പോൾ നമ്മോടൊപ്പം ചർച്ചയിലുണ്ട്. അദ്ദേഹം ഒരു മലയോര കർഷകൻ കൂടിയാണ്, ജോയ് കണ്ണഞ്ചിറ. ജോയ്, ഇന്ന് അതിദാരുണമായ സംഭവമാണ് ഉണ്ടായത്. കാട്ടുപോത്തിന്റെ ആക്രമണം, അത് കാട്ടുപോത്തിന്റെ ശല്യം അവിടെയുണ്ടെന്ന് പലതവണ പരാതിപ്പെട്ട ശേഷവും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല എന്ന നാട്ടുകാരുടെ പ്രതികരണം നേരത്തെ കണ്ടു. ഇന്ന് കക്ഷത്തിൽ ആഞ്ഞു തുളക്കുകയായിരുന്നു കാട്ടുപോത്തിന്റെ കൊമ്പുകൾ എന്നുള്ള വിവരവും അറിയുകയാണ്. ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വൈകിയിരുന്നു. ഈ മരണം സംഭവിച്ചത് ചികിത്സ വൈകിയതോടുകൂടിയാണോ?
തീർച്ചയായിട്ടും ചികിത്സ വൈകി എന്നുള്ളത് സത്യമാണ്. മലയുടെ മുകൾ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മലയല്ല, പൂർണ്ണമായി കൃഷിഭൂമി ഉള്ള ഒരു സ്ഥലമാണ്. കൊക്കോ തോട്ടങ്ങളും തെങ്ങും മറ്റുള്ള മരങ്ങളും തിങ്ങി നിറഞ്ഞിരിക്കുന്ന സ്ഥലം. ഞാൻ ആ സ്ഥലത്ത് പോയി ആ സ്ഥലം കണ്ടിട്ട് വരുന്നതാണ്. ആ സ്ഥലത്താണ് ഈ മൃഗം ഈ മനുഷ്യനെ ആക്രമിച്ചിരിക്കുന്നത്. ദയനീയമായ ഒരു കാഴ്ച. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കണ്ടത് ഈച്ചയും അതുപോലെ തന്നെ ഉറുമ്പുകളും കൂട്ടിപ്പിടിച്ച് രക്തം ആർത്തിയോടെ കുടിക്കുന്ന ഒരു സംവിധാനം. അവിടെ മലയോര കർഷകൻ്റെ രക്തമാണ് ഈ വീണ് കിടക്കുന്നത്. കണ്ടിട്ട് ദുഃഖം താങ്ങാൻ പറ്റാത്ത രീതിയിലേക്കാണ് വന്നത്. എത്ര കർഷകരുടെ രക്തമാണ് ഈ നമ്മുടെ മലയോരങ്ങളിൽ വീഴുന്നത്. ഇതിനൊരു ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ, ഈ മലയോര കർഷകരെ സംരക്ഷിക്കാൻ ആരും ഒരു ഭരണകൂടങ്ങളും തയ്യാറാകുന്നില്ല എന്നുള്ളത് ദയനീയമായ കാഴ്ചാവസ്ഥയാണ്. അവിടെ ആ കൃഷിഭൂമിയിൽ കൊക്കോ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരൊറ്റ കൊക്കോ ഇല്ല. ആ കൊക്കോ മരത്തിൽ ഒരു കൊക്കോ ഇല്ല. അവിടെ മലയെണ്ണാനായിട്ടും ആനയായിട്ടും പന്നിയായിട്ടും കുരങ്ങായിട്ടും എല്ലാം നശിപ്പിച്ചിരിക്കുകയാണ്. മരങ്ങൾ നിറയെ നിൽക്കുമ്പോഴും തെങ്ങിൻ്റെ മണ്ടയിലും ഒരു തേങ്ങ പോലും ഇല്ല. ഇദ്ദേഹത്തിൻ്റെ പറമ്പിൽ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നത് പറിക്കാൻ പോയി 10-20 തേങ്ങ പൊതിച്ച് ഒരു ചുമടായിട്ട് ഇറങ്ങി വരുമ്പോഴാണ് ഈ ആന ആക്രമിച്ചത്. ആ തേങ്ങ ഒരു ഭാഗത്ത് കിടക്കുന്നു, അദ്ദേഹം കൊണ്ടുവന്നൊരു ബാരൽ വേറൊരു ഭാഗത്ത് കിടക്കുന്നു, അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് രണ്ടും അവിടെ കിടക്കുന്നു. രക്തം ഒഴുകി മണ്ണ് കുതിർന്ന് കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാറി നിലവിളിച്ച് താഴെയുള്ള ആളുകൾ ഓടി ഇവിടെ എത്തുമ്പോഴത്തേക്ക് എന്നിട്ടും ആ മൃഗം അവിടെ നിന്നു എന്നുള്ളത് ഭയങ്കര ദയനീയാവസ്ഥമായ ഒരു കാര്യമാണ്. ആരുണ്ട് സഹായിക്കാൻ ഈ മലയോര കർഷകരെ? വേദനയോടുകൂടി ചോദിക്കുകയാണ്. ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം നല്ലതാണ്, രാജ്യം ഭരിക്കേണ്ടവരുമാണ്. പക്ഷേ അത് ഈ മലയോര കർഷകൻ്റെ വേദനകളും വിഷമങ്ങളും കാണാണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നാളെ ഹർത്താൽ പ്രചരിക്കുകയാണ്. 2 മുന്നണി. ഒന്ന് വിചാരിച്ചു നോക്കും, ആ മനുഷ്യൻ്റെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാനുള്ള ആളുകൾ ഒരു പ്രതിഷേധ സ്വരം ഞങ്ങൾക്കൊന്ന് പുറത്തു വിടാൻ പോലും സമ്മതിക്കാതെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. മലയോര കർഷകൻ്റെ വേദന ഞങ്ങൾ വിളിച്ചു പറയുമ്പോഴത്തേക്ക് എന്തിനാണ് ഇവർ പേടിക്കുന്നത്? ഇലക്ഷൻ ആയതുകൊണ്ടോ? ഞങ്ങൾക്കൊരു ഇലക്ഷൻ വിഷയമില്ല. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഒരു കാര്യം ചെയ്യട്ടെ, ഈ ആനയോടും പോത്തിനോടും കന്നുകാലികളോടൊക്കെ വന്നിട്ട് വോട്ട് ചെയ്യാൻ പറയട്ടെ, ഞങ്ങളെപ്പോലുള്ള ആളുകളെ ഉപദ്രവിക്കാതെ. ഒരു പ്രസ്ഥാനത്തെ ഞാൻ എതിർത്ത് പറയുന്നില്ല. ഭരണകക്ഷവും പ്രതിപക്ഷവും എല്ലാവരും ഇതിനകത്ത് ഇൻവോൾവ്മെൻ്റാണ്. 72-ൽ കൊണ്ടുവന്നിരിക്കുന്ന വന്യജീവി സംരക്ഷണ നിയമം തന്നെയാണ് ഈ കർഷകർ ഇതുപോലെ മുച്ചൂടും നശിച്ച് 4-5 കിലോമീറ്റർ വനാതിർത്തിയിൽ നിന്നും ഇറങ്ങിപ്പോന്നിരിക്കുകയാണ്. ഒരു സെൻറ്റ് ഭൂമിയിൽ പോലും കാലുകുത്തി ഒരു പകൽ പട്ടാപ്പകലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒരു മനുഷ്യൻ 70 വയസ്സോളമുള്ള ധനസഹായം വേണമെന്നാണ് നേരത്തെ പ്രതിഷേധിച്ചവർ. കോൺഗ്രസ് ആണല്ലോ അവിടെ സമരം ഏറ്റെടുത്തത്. അവരുടെ ആവശ്യവും അതായിരുന്നു. 50 ലക്ഷം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചു. എബ്രഹാമിൻ്റെ ഭാര്യ പക്ഷാഘാതം വന്ന കിടപ്പിലാണ്. അതീവ ദയനീയ അവസ്ഥയിൽ, കടുത്ത ദാരിദ്ര്യത്തിൽ കൂടിയായിരുന്നു ഈ കുടുംബം കഴിഞ്ഞിരുന്നത് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സാഹചര്യം താങ്കൾക്കൊന്ന് വിശദീകരിക്കാമോ? മാത്രമല്ല, ഈ കാട്ടുപോത്തിൻ്റെ ശല്യം നേരത്തെയും പരാതിപ്പെട്ടപ്പോൾ എന്താണ് വനംവകുപ്പിൽ നിന്ന് ലഭിച്ച മറുപടി? ഈ കാട്ടുപോത്തിൻ്റെ ശല്യം ഇതിനു മുന്നും തന്നെ വനംവകുപ്പിനോട് പറഞ്ഞിരുന്നതാണ്. നമ്മുടെ ടൂറിസം ഏറ്റവും മുകളിൽ KSEBയുടെ ടൂറിസം നടക്കുന്ന ഭാഗത്ത് ഇതിനു മുന്നും ഈ മൃഗം തന്നെ ആയിരിക്കാം ഒരു സ്ത്രീയെ കുത്തി 3ഓളം വാരിയലുകൾ പൊട്ടിക്കുകയും ഒരു കുഞ്ഞിനെയും ആക്രമിച്ചതാണ്. അന്ന് തന്നെ വളരെ ശക്തമായി ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഇന്നലെ വേറെ മൃഗം കൂരാച്ചുണ്ട് അങ്ങാടിയുടെ അടുത്ത ഭാഗങ്ങളിൽ കൂടി അതിശക്തമായിട്ട് ഈ ഒരു ദിവസം ഫുള്ളായിട്ട് അതിൻ്റെ പുറകെ ആട്ടിക്കൊണ്ട് നടക്കുന്ന ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഞങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടതാണ് അതിനെ വെടിവെച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണെന്ന്. ഇവർ യാതൊരു വിധത്തിലും മനുഷ്യന് കൊടുക്കുന്ന ഈ കാട്ടുമൃഗങ്ങൾക്ക് കൊടുക്കുന്നതിൻ്റെ 10-1 പോലും ഒരു അവകാശം ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കാതെ മൃഗങ്ങളെ മാത്രം പോറ്റി വളർത്തുന്ന ഈ സംവിധാനമാണ് ഇവിടെയുള്ളത്. എന്ത് മറുപടിയാണ് തരുന്നത്? ആരാണ് നമ്മളൊന്ന് ഫോൺ ചെയ്താൽ പോലും ആരാണ് എടുക്കാനുള്ളത്? ഇന്ന് തന്നെ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ അവിടെ ചെല്ലുമ്പോൾ പൂട്ടിയിട്ടിരിക്കുന്ന ഫോറസ്റ്റ് ഓഫീസാണ് കാണുന്നത്. ആരോടാണ് സംസാരിക്കുന്നത്? ഇന്ന് വെടിവെക്കാൻ വേണ്ടി കലക്ടർ ഓർഡർ ഇട്ടെന്ന് മാധ്യമങ്ങൾക്കൂടെ അറിയാൻ സാധിച്ചു. പക്ഷേ അങ്ങനെ വെടിവെക്കാൻ പറയാൻ കലക്ടർക്ക് അധികാരമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാഡം ആ പറയുന്നത് തെറ്റാണ്. ചില മൃഗങ്ങളെ മാത്രമേ വെടിവെക്കുന്നതിന്, ആന കടുവ പോലുള്ള മൃഗങ്ങളെ വെടിവെക്കുന്നതിന് അധികാരമില്ലാണ്ടുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, കർണാടകത്തിലുള്ള അധികാരം
അതുപോലെ തന്നെ ഡൽഹിയിൽ നീലക്കാള എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അല്ല ശ്രീ അത് ജോയ് ഇതുപോലെ കണ്ണഞ്ചിറ, തന്നെ ഒരു മൃഗമാണ്. അതിനെ വെടിവെക്കാൻ അവിടെ അധികാരമുണ്ട്. വെടിവെച്ചുകൂടാ എന്നല്ല ഞാൻ പറഞ്ഞത്, കളക്ടർക്ക് ഉത്തരവിടാൻ അധികാരമുണ്ടോ എന്നുള്ള കാര്യത്തിൽ അതിൽ ചില പരിമിതികളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അടുത്ത് കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായിരുന്നു, അതിൽ ക്ലാരിറ്റി വരുത്തിക്കൊണ്ട്. ഒരു ജില്ല ഞാൻ ചോദിക്കട്ടെ, ഒരു ജില്ലാ മജിസ്ട്രേറ്റിന് എന്താണ് അതിന് അധികാരമില്ലാത്തത്? ഇവിടെ മനുഷ്യനെ വെടിവെക്കാനുള്ള അധികാരം ജില്ലാ കളക്ടർക്ക് ഉണ്ടോ മാഡം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യനെ വെടിവെക്കാൻ അധികാരമുണ്ട്. ഏത് അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? എന്നാൽ പിന്നെ നമ്മുടെ നിലമ്പൂർ മാവോയിസ്റ്റുകളെ വെടിവെച്ച് വന്നില്ലേ? അതെന്തെങ്കിലും അധികാരത്തിൻ്റെ പുറത്താണോ? പോലീസുകാർക്ക് അതിനുള്ള അധികാരമില്ലേ? കളക്ടർക്ക് അതിന് അധികാരമില്ലേ? പിന്നെ ഒരു മൃഗത്തെ വെടിവെക്കാൻ കളക്ടർക്ക് അധികാരമില്ലെന്ന് പറഞ്ഞാൽ ഏത് നിയമമാണ് വ്യാഖ്യാനിക്കുന്നത്? വളരെ കൃത്യമായിട്ട് പരിസ്ഥിതി സ്നേഹികൾ ആവശ്യമില്ലാത്ത ഓരോരോ കേസുകൾ കൊണ്ട് കോടതിയിൽ ചെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഓരോരോ വിധികൾ സമ്പാദിക്കുന്നതാണ് ഇതിനെല്ലാം കാരണം. അതിനെ പ്രതികരിക്കാൻ കർഷകന് ഒരു സംവിധാനമില്ല. ആ സംവിധാന കുറവ് കൊണ്ടാണ് ഈ പരിസ്ഥിതിവാദികളും മറ്റുള്ള ആളുകളും ഈ രീതിയിൽ കർഷകരെ മുടിപ്പിക്കുന്നത്. ഇതിനെതിരെ ജനരോഷം ഉയരും, ഒരു സംശയമില്ല. കർഷക രോഷമുയരും. ഞങ്ങൾ പ്രതികരിച്ചേ തീരൂ. ഞങ്ങൾക്ക് ജീവിക്കണം. ഞങ്ങളിൽ ഓരോന്ന് ചാകുകയാണ്. മാഡം, ഞാൻ നാളെ ഒരു അപേക്ഷ കൊടുക്കാൻ പോവുകയാണ് ജില്ലാ കളക്ടർക്ക്. എൻ്റെ ഒരു അവകാശി സർട്ടിഫിക്കറ്റ് എനിക്ക് തരണമെന്ന്. കാരണം നാളെ എന്നെ ഈ മൃഗം കൊന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു മൃഗം കൊന്നിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റിന് പോലും വേണ്ടി ഞാൻ എൻ്റെ മക്കളോ അല്ലെങ്കിൽ എൻ്റെ മറ്റുള്ളവരോ പോയി അവരുടെ അടുത്ത് യാചിച്ച് നിന്ന് കാല് പിടിച്ച് ആ സാധനം മേടിക്കണം. അതിനേക്കാൾ നല്ലത് ഞാനൊന്ന് മേടിച്ച് ആദ്യം തന്നെ ഒരു അപ്പീൽ എടുത്തിട്ട് ഞാൻ ഈ സാധനം മേടിച്ച് വെച്ചാൽ എൻ്റെ മക്കൾക്ക് അന്നേരമെങ്കിലും കൊടുക്കുമല്ലോ എന്നുള്ള ഒരു ആഗ്രഹം. അതുകൊണ്ട് തന്നെ നാളെ കളക്ടർക്ക് ഞാൻ ഒരു അപേക്ഷ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് അപേക്ഷ കൊടുക്കുകയാണ്. കർഷകരുടെ സ്ഥിതി അതീവ ദയനീയമാണ്. ഞങ്ങൾ എങ്ങോട്ട് പോകും? ഞങ്ങൾ ആരോട് ചോദിക്കും? ഞങ്ങളെ സഹായിക്കാൻ ആരുണ്ട്? പിന്നെ ആ കുടുംബത്തിൻ്റെ കാര്യം നിങ്ങൾ ചോദിച്ചതിനെ ഞാൻ ഒന്നും കൂടെ പറയട്ടെ. ഇത്രയും ദയനീയമായ ഒരു കുടുംബം ആ മലമണ്ടയിൽ താമസിച്ചുകൊണ്ട് നിന്നപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്ന് 70 വയസ്സായി, താഴെ വരാൻ പോലും പറ്റില്ല. എന്നിട്ട് ഞങ്ങളുടെ പള്ളിയുടെ നേതൃത്വത്തിൽ ഒരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ വീട്ടിലാണ് കിടന്നുറങ്ങുന്നത്. തളർന്നു കിടക്കുന്ന ഒരു ഭാര്യ, 3 മക്കൾ. അതിൽ ഒരാളുടെ ഒരു പെൺകുട്ടിയും ബാക്കി 2 ആൺകുട്ടികളും. ഒരാൺകുട്ടിയാണ് ബാംഗ്ലൂരാണെന്നുള്ളത്. വലിയൊരു ജോലിയൊന്നുമില്ല. ഒരാൾ ഇതിലൂടെ കൂലിപ്പണി എടുത്തിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. കാരണം ആവശ്യത്തിലധികം 3 ഏക്കറോളം ഭൂമിയുള്ളത് 3 ഏക്കർ മുഴുവൻ കൃഷിയുള്ള ഒരു ഭൂമിയിൽ നിന്നും അതിനുള്ള ആദായം കിട്ടാതെ വരുന്നതിൻ്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ വനം വകുപ്പിനാണ്. വനം വകുപ്പിൻ്റെ മൃഗങ്ങളാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിന് വനം വകുപ്പ് മന്ത്രിക്ക് അതറിയണം. മന്ത്രി വനം എന്താണെന്ന് അറിയത്തില്ലാത്തൊരു മന്ത്രി വനം വകുപ്പ് ഭരിച്ചാൽ ഇങ്ങനെ തന്നെ സംഭവിക്കും. ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഞങ്ങളുടെ എല്ലാം ഗതി ഇത് തന്നെയാണ് മാഡം. ഞങ്ങളെല്ലാവരും ചാകും, കൊല്ലും. ചാകുകയല്ല, കൊല്ലും. കൊന്നിട്ട് ആ ശവമാണ് നിങ്ങളെല്ലാം കാണേണ്ടത്. ഞാനിന്ന് കണ്ട ആ രക്തം, ആ ഉറുമ്പും ഈച്ചയും പിടിച്ചു കിടക്കുന്ന രക്തം എൻ്റെയും എന്നെ പോലുള്ള കർഷകരുടെയും രക്തം വന്ന് വീഴും, ഒരു സംശയമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പറമ്പിൽ ഞാൻ ഇതുവരെ ജീവിതത്തിൽ ആന ഇറങ്ങിയ ചരിത്രം ഞാൻ 62 വയസ്സിനിടയിൽ കേട്ടിട്ടില്ല. മാഡത്തിനറിയാം, കഴിഞ്ഞ 3 വർഷമായിട്ട് എൻ്റെ പറമ്പിൽ ആന ഇറങ്ങാത്ത ദിവസങ്ങൾ വളരെ പരിമിതം. ഞാൻ മന്ത്രിയെ നേരിട്ട് വിളിച്ചു, ചീഫ് സെക്രട്ടറിയെ വിളിച്ചു, എല്ലാ ആളുകളെയും ഞാൻ വിളിച്ചു. ഒരു നടപടികളുമില്ല. ഇന്നലെയും ഉണ്ട് ആന. ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ കൊല്ലാൻ നോക്കിയാൽ നിങ്ങൾ പത്രക്കാരും മറ്റുള്ള മാധ്യമങ്ങളും എല്ലാവരും കൂടി ഞങ്ങളുടെ തലേ കയറും. ഞങ്ങളെന്തോ ഭയങ്കര ഭീകരവാദികളാണ്, ഞങ്ങൾ മൃഗങ്ങളെ തിരിഞ്ഞു നോക്കും, മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നോക്കും. നിങ്ങൾക്കൊപ്പം തന്നെയാണ്. നിങ്ങളുടെ സാഹചര്യം അനുഭവത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിലും കേൾക്കുമ്പോൾ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. താങ്കൾ ഈ പറഞ്ഞതുപോലെ ഇന്ന് കണ്ട ദൃശ്യങ്ങൾ താങ്കൾക്കും അത് ഞെട്ടലുണ്ടാക്കിയ ദൃശ്യങ്ങളാണല്ലോ ഇന്ന് കണ്ടത്. നേരത്തെ രാജി പറയുന്നത് കേട്ടല്ലോ, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥ, പുറത്തിറങ്ങാൻ ഭയമാണ്. അവനവൻ്റെ കൃഷിയിടത്തിൽ വെച്ചാണ് ഇപ്പോൾ എബ്രഹാമിനായാലും നേരത്തെ ഇന്ദിരയ്ക്കായാലും മരണമുണ്ടായിരിക്കുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. മാത്രമല്ല ഈ 2 പേരുമാണെങ്കിലും ഭയന്നോടുന്നു. ഈ കാട്ടുമൃഗത്തെ കണ്ട് ഭയന്നോടുമ്പോൾ അവിടെ വീണ് കിടക്കുന്ന വരെയാണ് അതിക്രൂരമായി ആക്രമിക്കുന്നത്, കൊലപ്പെടുത്തുന്നത്. ദാരുണമായ സംഭവം തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിങ്ങൾക്കൊപ്പം തന്നെയാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ. ചർച്ചയിലേക്ക് ശ്രീ റോയ് കെ പൗലോസ്, ഇപ്പോൾ ഈ മാത്യു കൊൽനാടനും എൽദോസ് കുന്നപ്പള്ളിയും നടത്തി വന്ന ഉപവാസ സമരം അവസാനിപ്പിച്ചിരിക്കുന്നു എന്നറിയുന്നു. മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചിരുന്നത്? എന്തുറപ്പ് ഇപ്പോൾ വനം വകുപ്പിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു? ഞങ്ങൾ പ്രധാനമായിട്ടും 4 ആവശ്യങ്ങളാണ് ഇന്നലെ 6 മണിക്ക് ആരംഭിച്ച ഈ ഉപവാസ സമരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചത് സർക്കാരിൻ്റെ മുന്നിൽ. അതിൽ ഒന്നാമത്തെ കാര്യം ഞങ്ങൾ പറഞ്ഞത്, താൽക്കാലികമായിട്ട് അവർക്ക് 10 ലക്ഷം രൂപ നൽകണം ധനസഹായം. 50 ലക്ഷം രൂപയാണ് കൃത്യമായിട്ട് അവർക്ക് കൊടുക്കേണ്ടത് എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ബാക്കി 40 ലക്ഷം രൂപ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകണം. അടിയന്തര സഹായമായി 10 ലക്ഷം രൂപ കൊടുക്കണമെന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ആവശ്യം. 2, ഇതുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് ഒരു
റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ, RRT എന്ന് പറയുന്ന ടീമിനെ വളരെ അടിയന്തരമായി ഇന്ന് തന്നെ ഇവിടെ നിയോഗിക്കണം. കാരണം ഇവിടെ ഒരു സഹോദരി രാജി പറഞ്ഞത് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചല്ലോ. കഴിഞ്ഞ 5-6 വർഷമായി അവിടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഫെൻസിങ്. ആ ഫെൻസിങ് ആ സഹോദരി പറഞ്ഞല്ലോ, ഇവിടെ സൂചിപ്പിച്ച സംസാരത്തിൽ പറഞ്ഞല്ലോ. ഞാൻ ഇന്നലെ ഇവിടെ പോകുമ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? കാഞ്ഞിരവേലി എന്ന് പറഞ്ഞ റോഡിന്റെ ആ സൈഡിലെല്ലാം ഫെൻസിങ് ഉണ്ട്. അവിടെ കോടിക്കണക്കിന് രൂപ മുടക്കിയതാണ്, പക്ഷേ അത് പ്രവർത്തനരഹിതമാണ്. അതിൽ ബാറ്ററി പോയാൽ പോലും അത് നന്നാക്കാനുള്ള ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിനില്ല, വനം വകുപ്പിനില്ല. എന്താ ഇതിനൊക്കെ ചെയ്യുക? അപ്പോൾ ഫെൻസിങ് ഉൾപ്പെടെ അവിടെ പ്രവൃത്തിപരത്തിൽ കുറേയേറെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടത് RRT ടീമിന്റെ സ്പെഷ്യൽ ടീമിനെ ഇന്ന് തന്നെ അവിടെ വിനിയോഗിക്കാനുള്ള ഏർപ്പാട് ഉണ്ടാകണം. അപകടകാരികളായ ആനകൾ അതിന്റെ സാന്നിധ്യം അറിയാനുള്ള സാഹചര്യം ഉണ്ടാകണം. അതിനാവശ്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകാൻ കഴിയണം. ജനങ്ങളെ രക്ഷിക്കാൻ ആവശ്യമായ മുന്നറിയിപ്പ് നൽകാൻ കഴിയണം. 3 ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥിരം സംവിധാനം എന്നുള്ള നിലയിൽ ഡ്രോൺ ഉൾപ്പെടെയുള്ള അത്തരം സംവിധാനങ്ങൾ തമിഴ്നാട് സർക്കാരൊക്കെ ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങൾ ചെയ്യണം. മറ്റൊരു കാര്യം, ഇവരുടെ കുടുംബത്തിൽ മറ്റാർക്കെങ്കിലും പ്രധാനപ്പെട്ട അതിന് യോഗ്യരായിട്ടുള്ള ഒരാൾക്ക് അവരുടെ ഒരു ജീവനോപാധി എന്നുള്ള നിലയിൽ ഒരു ജോലി കൊടുക്കാൻ തയ്യാറാകണം. ശാശ്വതമായ പരിഹാരമുണ്ടാക്കണമെന്നുള്ള ആവശ്യമടക്കം 4 ആവശ്യങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. അതിൽ 3 ആവശ്യങ്ങളും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവുമായി ബഹുമാനപ്പെട്ട മന്ത്രി നടത്തിയ സംസാരത്തിന്റെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ, ധാരണയായതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ മാത്യു കുഴൽനാടനും അതുപോലെ തന്നെ ശ്രീ എൽദോസ് കുന്നപ്പള്ളിയും ഇന്നലെ ആരംഭിച്ച ഉപവാസ സമരം അനിശ്ചിതകാലത്തേക്കാണ് എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ പോലും ഞങ്ങൾ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോ ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചോട്ടെ. പറയൂ. അല്ല, ഞാൻ പറഞ്ഞത് വളരെ നിരുത്തരവാദപരമായ സമീപനം. ഇവിടെ കോഴിക്കോടുണ്ടായ സംഭവം മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തുനിന്ന് പരാമർശം കേൾക്കാനിടയായി, മാധ്യമങ്ങളിൽ വന്നതാണ്. കാട്ടാന സാധാരണയായി കാട്ടുപോത്ത് സാധാരണയായി മനുഷ്യരെ ഉപദ്രവിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് കേട്ടിട്ടില്ല, അറിയില്ല. അദ്ദേഹം ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ ജില്ല ഇടുക്കി ജില്ല കാന്തല്ലൂര് ഞാൻ മിനിങ്ങാന്ന് ചെന്നപ്പോൾ ഒരു പുരയിടത്തിൽ തന്നെ 15 കാട്ടുപോത്ത് ഇറങ്ങിയിരിക്കുക. നാട്ടുകാർ മുഴുവൻ അവിടെ സംഘടിച്ചിരിക്കുക. ഒരു പ്രതികരണം നടത്തുന്നത് എന്നിടത്താണ് ഇങ്ങനെ ഈ രൂപത്തിലുള്ള നിർവികാരമായ പ്രതികരണങ്ങളാണ് വലിയ പ്രതിഷേധത്തിനിടെ. ഞാൻ താങ്കളേക്ക് വരാം. ഒരു മന്ത്രി ഒരു വകുപ്പ് മന്ത്രിയാ പറയണെന്ന് ഓർക്കണം. സാധാരണ ആക്രമിക്കാറില്ല. ഇതെന്തോ അബദ്ധം കാട്ടുപോത്തിന് പറ്റിയതാണ്. അല്ല, അത്തരം മണ്ടത്തിൽ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന് വല്ല മയക്കുവെടിയും ഏറ്റിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആ രീതിയിലുള്ള സംസാരങ്ങളാ. ഇന്നലെ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ സമരം, ആ സമര രീതി ശരിയായിരുന്നില്ല. ഇന്ദിരയുടെ മൃതദേഹവുമായി ഇൻക്വസ്റ്റ് ചെയ്യാൻ അനുവദിക്കാതെ നടത്തിയ സമരം അത് ഇത്തിരി കടന്ന കൈയായി പോയി എന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിരുന്നു. മൃതദേഹത്തോട് അനാദരവ് കാട്ടിയത് കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ സഹായമടക്കം ചെയ്യാനും പല കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകാനും ഇടയാക്കിയിരിക്കുന്നത് ഞങ്ങളുടെ സമരമാണ് എന്നൊരു അവകാശവാദം കോൺഗ്രസിനുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, അത് രണ്ടും വ്യത്യസ്തമായ 2 കാര്യങ്ങളാണ്. ഇന്നലത്തെ എന്ന് പറഞ്ഞാൽ അത് ഈ നമ്മുടെ കോതമംഗലത്തെ DYSP AJ തോമസ് അദ്ദേഹത്തിൻ്റെ മൊഴി FIR-ൽ AJ തോമസ്, ASI സജിമോന്, പിന്നെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ നഴ്സിംഗ് സൂപ്രണ്ട് റെന്നി ജോർജ്, പിന്നെ കോതമംഗലത്തെ പോലീസ് സ്റ്റേഷനിലെ ശ്രീജിത്ത് എന്ന സീനിയർ CPO, 4 പേരുടെ മൊഴിയാണ് FIR-ൽ ഉള്ളത്. അതിലവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ബലം പ്രയോഗിച്ച് മൃതദേഹത്തിനോ അനാദരവ് കാണിച്ച നേതാക്കളുടെ ഇത് ഡീൻ കുര്യാക്കോസ് MP, മാത്യു കുഴൽനാടൻ MLA, മറ്റേ നമ്മുടെ എറണാകുളം DCC പ്രസിഡന്റ് ഷിബു കുന്നംപുറം, പിന്നെ കണ്ടറിയാവുന്ന 30ഓളം ആൾക്കാർ. ഇതാണ് FIR-ൽ പറയുന്നത്. അത് ഇവിടെ സമയമില്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല എന്നുള്ളേ ഉള്ളൂ. എത്രമേൽ അനാദരവാണ് കാണിച്ചതെന്നുള്ളത് DYSP-യുടെ ആ മൊഴിയിൽ കൃത്യമായിട്ട് പറയുന്നു. ഒരു ന്യായീകരണവും ഇല്ല. ഇൻക്വസ്റ്റ് നടത്താൻ സമ്മതിക്കാതെ അല്ല, പോലീസ് എന്താണ് കാണിച്ചത്? ആ മൃതദേഹം ഏത് രൂപത്തിലാണ് ആംബുലൻസിലേക്ക് മാറ്റിയത്? എന്താണ് പോലീസ് കാണിച്ചത്? പിടിച്ചു വാങ്ങി. അതിൽ ഈ പ്രതിഷേധത്തിൽ അവരുടെ ബന്ധുക്കളുമുണ്ട്, ഇവര് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. മോർച്ചറിയിൽ നിന്ന് എടുത്തോണ്ട് പോവല്ലേ?
അതിന്റെ കാര്യം അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യം താങ്കൾ ചോദിച്ച മനസ്സിലാക്കണം ശ്രീ ചോദ്യത്തിനാണ് എം ഞാൻ മറുപടി ജയചന്ദ്രൻ. പറയുന്നത്. അവിടുത്തെ ബന്ധുക്കൾ ബന്ധുക്കളടക്കം ഇന്ന് ഇന്ദിരയുടെ ഭർത്താവ് പറയുകയാണ് ഞാൻ അനുവദിച്ചിട്ടാണ് ആ രൂപത്തിലുള്ള പ്രതിഷേധമെന്നാണ്. മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള പ്രതിഷേധം കേരളത്തിൽ ഇത് ആദ്യമല്ലല്ലോ. അല്ല, ആരനുവദിച്ചാലും ഡോക്ടർ വന്ദനയുടെ മരണശേഷം ആശുപത്രിയിൽ കയറിയുള്ള നടപടികൾക്ക്, അതിക്രമങ്ങൾക്ക് പ്രത്യേകമായ ഒരു തീരുമാനം തന്നെ സർക്കാർ തലത്തിലുണ്ടായിട്ടുണ്ട്, പ്രതിപക്ഷവും കൂടെ അംഗീകരിച്ചത്. അത് നിലനിൽക്കെയാണ് നഴ്സിംഗ് സൂപ്രണ്ടിന്റെ അധീനതയുള്ള മോർച്ചറിയിൽ നിന്ന് ബലമായി എടുത്തുകൊണ്ട് പോകുന്നത് മൃതദേഹത്തെ. അത് ആരംഗീകരിച്ചു ഇല്ല എന്നുള്ളതല്ല പ്രശ്നം. പോലീസിന്റെ ഇൻക്വസ്റ്റ് തടസ്സപ്പെടുത്തി. പോലീസ് ഇൻക്വസ്റ്റാണ് തടസ്സപ്പെടുത്തിയത്. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അറിയാൻ വയ്യാതായിരിക്കാം ബന്ധുക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ അത് സീരിയസ് ഒഫൻസ് തന്നെയാണ് ചെയ്തത്. അത് വന്ദനാദാസിന്റെ ആ മരണത്തെ തുടർന്നാണ് അത്രയും ഗ്രേവ് ആക്കിയത്. നടപ്പാക്കിയെന്ന ചോദ്യം അപ്പുറത്ത് വരും ശ്രീ ജയേന്ദ്രൻ. അതിലേക്ക് പോകാത്താണ് ബുദ്ധി. അല്ല, അതായിക്കോട്ടെ. ഞാൻ പറഞ്ഞത് ഇതല്ല. പോകുന്ന ബുദ്ധിയുടെയോ മണ്ടത്തരത്തിന്റെ പ്രശ്നമല്ല ഞാൻ പറഞ്ഞത്. വസ്തുതകളാണ് ഇവിടെ ഞാൻ ചൂണ്ടിക്കാണിച്ചത്. പിന്നെ മറ്റൊരു കാര്യം സ്മൃതി, ഈ വന്യമൃഗങ്ങൾ പോയിട്ട് മൃഗങ്ങളുടെ കാര്യത്തിൽ പോലും ഈ 2020, 21, 22, 23 വരെയുള്ള കാലങ്ങളിൽ നമ്മൾ കണ്ടതാണ്. സുപ്രീം കോടതി വരെ ഈ തെരുവ് നായകളുടെ പ്രശ്നത്തിൽ ഇടപെടുന്ന ചരിത്രം നമുക്ക് ആരും മറന്നിട്ടില്ലല്ലോ. പിന്നെ വന്യമൃഗങ്ങളൊന്നും വേണ്ട, സാധാരണ മൃഗങ്ങളെ പോലും പറ്റില്ല. അവർ പറഞ്ഞത് ABC ആനിമൽ ബർത്ത് കൺട്രോൾ നിങ്ങൾ നടപ്പിലാക്കൂ സർക്കാരുകളെ. ഇതെങ്ങനെ നടപ്പിലാക്കാൻ പറ്റും? അതിനൊന്നും മറുപടിയില്ല. നടപ്പാക്കിക്കോണം. കാര്യം മൃഗസ്നേഹം പരമപ്രധാനം, പരിസ്ഥിതി സ്നേഹം പരമപ്രധാനം, ഒക്കെ നല്ലത് തന്നെ. പക്ഷെ എന്താണ് ഈ വന്യജീവികളുടെ ആക്രമണം നേരിടുന്ന ജനത ചെയ്യേണ്ടത്? അതിന് മറുപടിയില്ല. 72 നിയമം വനമന്ത്രി വന്നു പറയുകയില്ലേ? അതൊക്കെ നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങൾ. നൽകിയിരിക്കുന്ന ഉറപ്പ് എത്രത്തോളം വിശ്വാസത്തിലെടുക്കുന്നു രാജി? ഒരു സെക്കൻഡ് എനിക്ക് തരണം. ഒരു സെക്കൻഡ്. മൃതദേഹത്തോട് ഞങ്ങൾ അനാദരവ് കാണിച്ചിട്ടില്ല. ആ മരിച്ച സഹോദരി ഇന്ദിര ചേച്ചിയുടെ ഭർത്താവ് ഇന്ന് പറഞ്ഞിട്ടുണ്ട്, രാമകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, അവരുടെ വികാരമാണ് ഇവർ പ്രകടിപ്പിച്ചത്. ആ ഭർത്താവിന്റെയും മകന്റെയും പൂർണ്ണമായ സമ്മതത്തോടെ അവരാണ് സ്ട്രെച്ചറിന്റെ ഒരു സൈഡിൽ പിടിച്ചുകൊണ്ട് കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ഞാൻ പറഞ്ഞത്. പൈസയുടെ പോലും സഹായം കൊടുക്കാതെ ആ പോസ്റ്റ്മോർട്ടം സാങ്കേതികത്വവും നിയമമൊക്കെ അനുസരിക്കാതെ ജീവിക്കാൻ നിവൃത്തിയില്ലല്ലോ. മകന്റെയും ഒക്കെ അവരുടെ താല്പര്യമനുസരിച്ചാണ് ഞങ്ങളുടെ ജനപ്രതിനിധികൾ ഇതിന്റെ ഇടപെട്ടത്. നിയമം പറയുമ്പോഴേ പൗരന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുക എന്നൊരു നിയമം കൂടി ഇവിടെ ഉണ്ട് ശ്രീ എം ജയേന്ദ്രൻ. എത്രത്തോളം നടപ്പാക്കുന്നുണ്ട് സർക്കാർ എന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ് സുപ്രീം കോടതി വരെ സ്ട്രേ ഡോഗ്സിന്റെ കാര്യത്തിൽ പോയത് ചരിത്രമുണ്ടേ. ശരി, സ്ട്രേ ഡോഗ്സ് സുപ്രീം കോടതി റിപ്പോർട്ടുണ്ട്. ശരിയാണ്, കേന്ദ്രമന്ത്രി അടക്കം നടത്തിയ പ്രതികരണം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴും ഇവിടെ സംഭവിക്കുന്ന കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്ന ചോദ്യമുണ്ടല്ലോ. അപ്പോഴും കാട്ടുപോത്ത് കൊല്ലുകയോ അതൊന്നും ഞാൻ കേട്ടിട്ടില്ല എന്നാണ് ഒരു വനമന്ത്രി പറയേണ്ടത്. ഈ സാഹചര്യത്തിൽ കഴിയുന്നവരുടെ ഒരു പ്രതികരണം ശരി രാജി ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പോൾ നൽകിയിരിക്കുന്ന ഉറപ്പ് RRTയുടെ സേവനമുണ്ടാകും, അവിടെ ഒരു നിങ്ങളുടെ ചുറ്റും ഒരു കണ്ണുണ്ടാകും എന്നുള്ള ഉറപ്പ് എത്രത്തോളം വിശ്വസിക്കുന്നു? നിങ്ങളിപ്പോൾ എത്രത്തോളം ആശങ്കയിലാണ്? ഇപ്പോൾ താങ്കൾ താമസിക്കുന്ന വീടിന് 200 വാര അകലെ ഉണ്ട് 16 ആനകൾ നിൽക്കുന്നു എന്നുള്ള വിവരം കൂടി ലഭിക്കുകയാണല്ലോ. ഉണ്ട് 16 ആന ഇന്ന് തന്നെ നമ്മൾ താമസിക്കുന്ന കയറി പോണ വഴിക്ക് 16 ആനയുണ്ടായിരുന്നു. ആനേനെ കണ്ട് കുഞ്ഞുങ്ങൾ പായുന്ന ഓടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഈ വന്യജീവി മൃഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നല്ലൊരു സംരക്ഷണം വേണം. പിന്നെ ഞങ്ങൾക്ക് വഴിവിളക്കുകളില്ല. രാത്രി ഞങ്ങൾ ഒരു 1.5 കിലോമീറ്റർ ദൂരയിലോട്ട് ഉൾവനത്തിലാണ് ഞങ്ങളുടെ വീടുകൾ താമസിക്കുന്നത്. അപ്പോൾ അതിന് ഞങ്ങൾക്ക് നല്ലൊരു വഴിവിളക്കുകൾ ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഫോറസ്റ്റ് ഏരിയ ഒരു കുറച്ച് ഭാഗത്തേക്ക് ഞങ്ങളുടെ റോഡിൻ്റെ പണികൾ യാതൊരു രീതിയിലും പണിയാതെ കിടക്കുന്ന ഒരു സാഹചര്യങ്ങളാണ്. ഫോറസ്റ്റിൻ്റെ ഏരിയ ആയതുകൊണ്ട് അവിടെ പണിയുണ്ട്. പഞ്ചായത്തിൻ്റെ മുകളിലോട്ടുള്ള പണികളെല്ലാം അവിടെ തീർത്തേക്കുന്നതാണ്. അപ്പം ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് ഫെൻസിങ് അനുവദിച്ചെന്ന് ഞങ്ങൾക്ക് ഒരു സംരക്ഷണം ആവശ്യമാണ്. മൃഗങ്ങളെ സംരക്ഷിക്കുന്ന വനവകുപ്പ് ഞങ്ങളെ ജനങ്ങളെ സംരക്ഷിക്കാൻ അത്ര ആത്മാർത്ഥത അവർ ഞങ്ങളോട് കാണിക്കണില്ല. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സമാധാനമായിട്ട് സ്കൂളിൽ പോകണം. അപ്പം നല്ലൊരു സംരക്ഷണം ഞങ്ങൾക്ക് വേണം. അത് എന്തായാലും ഞങ്ങൾ പല പ്രാവശ്യം ഞങ്ങൾ പരാതി കൊടുത്തിട്ട് അതിനൊന്നും ഞങ്ങൾക്ക് മറുപടി ലഭിച്ചിട്ടില്ല. ഞങ്ങൾ ഒരു പരാതി എഴുതി ഞങ്ങൾ ഫോറസ്റ്റിൽ കൊടുത്തതാണ്. അതിന് ഞങ്ങൾക്ക് ഒരു മറുപടി ഇല്ല. അതുപോലെ ഞങ്ങൾ നേരിട്ട് എന്ന് ഞങ്ങൾ പറഞ്ഞതാണ്.
അവർ ഞങ്ങളോട് ചോദിക്കും നിങ്ങളെപ്പോലെ ജനങ്ങൾ തന്നെയല്ലേ ഞങ്ങളും എന്നാണ് ഞങ്ങളുടെ അടുത്ത് പല പ്രാവശ്യം ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ഇന്ദ്ര ചേച്ചിക്ക് സംഭവിച്ചത് ഞങ്ങൾക്കും സംഭവിക്കാൻ പാടില്ല. കാരണം ആന രൂക്ഷമായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇപ്പോൾ. അപ്പോൾ ഇതിന് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു നടപടി ചെയ്തു തരണം. ഞങ്ങൾക്ക് വേറെ മറ്റാരോടും പറയാനും പരാതികൾ പറയാനോ ഞങ്ങളില്ല. ഞങ്ങൾ പറഞ്ഞു കഴിയുന്നത് ഞങ്ങളെല്ലാവരും പറഞ്ഞ് അവരെല്ലാം കേട്ടേക്കുന്നതാണ്. അപ്പോൾ ഇതിന് ഞങ്ങൾക്ക് നല്ലൊരു തീരുമാനം വേണം എന്തായാലും. തീർച്ചയായും. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.